അപ്പോഴേ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? നല്ല അടിപൊളി ഒരു ചായ നമുക്ക് ഉണ്ടാക്കാം. കാര്യം വൈകുന്നേരം നല്ല എനർജി കിട്ടാൻ വേണ്ടി നല്ല അടിപൊളി ഒരു ചായ, കടുപ്പത്തിലൊരു ചായ. അപ്പൊ നമുക്ക് ചായ തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പൊ നമ്മളത് നമ്മുടെ സാധന സാമഗ്രികളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ പരിപാടി എന്താണെന്നറിയോ? ഫസ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാലുണ്ടല്ലോ നമ്മൾ തിളപ്പിച്ച് നേരത്തെ തണുപ്പിച്ച് നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന പാലാണ്. അപ്പൊ ഇത് നമുക്കൊരു 1.5 കപ്പ് പാല് വേണം. നമ്മൾ 3 കപ്പ് ചായ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കൊരു 1.5 കപ്പ് പാല് വേണം. അപ്പൊ ഈ പാല് നമ്മൾ അരിച്ചെടുത്താണ് ചായ ഉണ്ടാക്കുന്നത്. ഇതുണ്ട്, അരിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മുടെ പാട റെഡി ആയിട്ടുണ്ട്. അപ്പൊ ആ പാട നമുക്ക് ആവശ്യമില്ല. പാട വന്നു കഴിഞ്ഞാലേ ചായയുടെ ടേസ്റ്റ് മാറും. അപ്പൊ അത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി ഒരു 1/2 കപ്പ് കൂടെ നമുക്ക് വേണം. അപ്പൊ ഈ നമ്മള് ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഡയറക്റ്റ് എടുത്ത് ചായ ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ ചായ ഒരു ടേസ്റ്റ് കാണത്തില്ല. അപ്പൊ കറക്റ്റ് 1.5 കപ്പായിരുന്നു നമ്മൾ എടുത്ത് വെച്ചിരുന്നത്. അത് നമ്മൾ ഈ കപ്പിലേക്ക് മാറ്റി അവിടെ വെക്കുക. എല്ലാവരും അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് ഇട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പൊ ഇനി നമ്മൾ 3 കപ്പ് ചായക്ക് വേണ്ടിട്ട് നമ്മള് 3 കപ്പ് വെള്ളം എടുക്കുന്നത്. അതുകൂടെ എടുക്കുക. അപ്പോഴേ 3 കപ്പ് തികയത്തുള്ളൂ. അപ്പൊ നമ്മള് അളവ് കൃത്യമായിട്ട് ഇത് 2 കപ്പ് ഉണ്ട്. ഇത് 1 കപ്പ് 3 കപ്പായി. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ അങ്ങോട്ട് കത്തിച്ചു കൊടുക്കാം. അപ്പൊ ഒരു കാര്യം ചായ വെക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചായക്ക് വെള്ളം വെക്കുമ്പോഴത്തേക്ക് മാക്സിമം ഫ്ലെയിമിൽ വെക്കാറുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു വെള്ളത്തിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മളെല്ലാരും ചായ വെക്കുന്ന ഓരോ ദിവസം ചായ വെക്കുമ്പോൾ ഓരോ ചായ മറ്റേ സിനിമയ്ക്കകത്തൊക്കെ പറയുന്ന പോലെ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നേ നല്ല ചായ ആയിരിക്കണേ അല്ലേ. അപ്പൊ അവര് നല്ല ചായ എന്നൊരു സിമ്പിൾ തന്നുകഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പൊ അതേപോലെയാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഒരു ചായയുടെ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാല് എപ്പോ നമ്മൾ ചായ ഉണ്ടാക്കിയാലും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 95% നമുക്ക് ഉറപ്പ് തരാൻ പറ്റും അത് ടേസ്റ്റ് മാറത്തില്ല എന്നുള്ളത്. അതെ, അത് തന്നെയല്ല നമുക്ക് ധൈര്യമായിട്ട് ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ വെള്ളം ഒന്ന് തിളയ്ക്കുന്നതാണ്. അപ്പൊ അത് തിളച്ചോട്ടെ. അപ്പൊ നമ്മുടെ വെള്ളം നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീ ഉണ്ടല്ലോ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ നമ്മുടെ വെള്ളം മുഴുവൻ ആവിയായി പോകും. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചായ ഉണ്ടാക്കുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. അതിന് നമ്മൾ പറയുന്നത് ഇൻഫ്യൂഷൻ. അപ്പൊ അതിന് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് 1.5 ഇഞ്ച് വലിപ്പമുള്ള ഒരു ഇഞ്ചി. അത് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. ചതച്ച് തന്നെ ഇടണം, എന്നാലേ അതിന്റെ ഫ്ലേവർ കറക്റ്റായിട്ട് ഇറങ്ങത്തുള്ളൂ. കൂടാതെ അതിൻ്റെ കൂടെ നമ്മളൊരു 2 ഗ്രാമ്പു അതും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2 ഏലക്ക അത് നമ്മൾ ചതച്ചെടുത്തിരിക്കുകയാണ്. എന്നാലേ ആ സാധനത്തിൻ്റെയൊക്കെ ഫുൾ അതിൻ്റെ ആ ഒരു മണവും രുചിയൊക്കെ അങ്ങോട്ട് വരത്തുള്ളൂ. അപ്പം ഇത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ഇളക്കണം. ഒരു 3 മിനിറ്റ് കമ്പൽസറി ആയിട്ട് നമ്മൾ 3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാലേ ആ സാധനങ്ങളുടെയൊക്കെ ഉണ്ടല്ലോ ഈ ഇഞ്ചിയുടെ ആ സാധനമൊക്കെ നമ്മുടെ വെള്ളത്തിലോട്ട് വരുന്നുണ്ട്. അപ്പം അത് ഇങ്ങനെ ഇളക്കണം. അപ്പം കണ്ടോ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറുന്നുണ്ടോ? ഈ തണുപ്പ് സമയത്തൊക്കെ ഇത് ഉണ്ടാക്കുവാണെങ്കിലേ ഇതിനോട് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ തണുപ്പിന്റെ ഒരു കാഠിന്യമൊക്കെ മാറും. അപ്പൊ ഒരു 3 മിനിറ്റ് നേരം ഇവൻ ഒന്നിരുന്ന് നന്നായിട്ടൊക്കെ തിളച്ച് അതിന്റെ കളർ മാറും. ഇത്ര നേരം ട്രാൻസ്പെറന്റ് ആയിരുന്ന വെള്ളത്തിന്റെ കളറ് നന്നായിട്ട് മാറണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത പരിപാടി. അപ്പൊ നമ്മുടെ സാധനം നല്ല തിളച്ച് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ കളറൊക്കെ മാറി നല്ല അടിപൊളി ഒരു കൊതിപ്പിക്കുന്ന ആ ഒരു മണം. അപ്പൊ ഇനി നമ്മുടെ അടുത്ത സ്റ്റേജാണ്. അതായത് ഈ സാധനം തിളച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റേജ് നമ്മുടെ ബ്ലൂമിങ്, അതായത് നമ്മുടെ തേയിലപ്പൊടി. അപ്പോൾ നമ്മൾ 3 കപ്പ് ചായക്ക് 3 ടീസ്പൂൺ തേയിലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതങ്ങോട്ട് നന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിടുമ്പോ തന്നെ കണ്ടില്ലേ തിളച്ച് പൊതുന്നത് അടിപൊളി. അപ്പൊ നമ്മള് തേയില ഇട്ടിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഒരു 30 സെക്കൻഡ് നേരം മിനിമം ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മൾ എന്ത് പ്രോസസ്സ് ചെയ്താലും കൊള്ളാം, ഒരിക്കലും അനങ്ങാതിരിക്കരുത്. ഇളക്കി കൊടുക്കണം. എല്ലായിടത്തും ഒരേപോലെ അതിന്റെ ഫ്ലേവർ
ടേസ്റ്റും എല്ലാം എത്തണം. അപ്പൊ അടിപൊളിയായിട്ടുണ്ട്, കളറൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ തേയിലുള്ള സംഭവം. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് പഞ്ചസാര ഇടുകയാണ്. ഇപ്പൊ പഞ്ചസാര എപ്പോഴും ഇടുമ്പോ നമ്മള് നമ്മുടെ പാലൊഴിക്കുന്നതിന് മുന്നേ തന്നെ പഞ്ചസാര ഇടണം. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര ഇടാം. പഞ്ചസാര മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇടാം. ഇപ്പം നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മള് പൊതുവേ കുറച്ച് മധുരം കുറച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓരോ ആവശ്യം അനുസരിച്ചിട്ട് പഞ്ചസാര. അപ്പൊ ഇനി നമ്മുടെ അടുത്ത പരിപാടി പഞ്ചസാര പാലിന്റെ കൂടെ ഒരിക്കലും ഒഴിക്കരുത്. കാരണം കൺസിസ്റ്റൻസി എല്ലാം മാറി. അടുത്തത് ഇനി നമ്മുടെ ബ്ലെൻഡിങ്. അതായത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, അതിങ്ങനെ സ്വല്പമായിട്ട് അങ്ങോട്ട് ഒഴിച്ചു. ഒഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ എല്ലായിടത്തും അതിന്റെ കൊണ്ട് കളറൊക്കെ കറക്റ്റ് കളറായി സംഭവം സെറ്റായി. അപ്പം നമ്മൾ ശ്രദ്ധിച്ചോണം, തീ ഇപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ട് ഇത് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുണ്ടല്ലോ, നമ്മള് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് പാലൊഴിക്കരുത്. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ചായ എടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിന്റെ പുറത്ത് മറ്റേ നെയ്യുണ്ടല്ലോ, അത് പൊങ്ങിട്ട് മാത്രമല്ല ചായയുടെ ഒരു ടെമ്പറേച്ചർ ഇല്ലേ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പല ഒരു ടെമ്പറേച്ചർ, കുറച്ചെടുത്ത് തണുപ്പ് കുറച്ചെടുത്ത് ചൂട് വരുമ്പോ ചെയ്യാറില്ല. അപ്പൊ ആ പാട വന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ചായയുടെ ടേസ്റ്റ് അപ്പടിയൊക്കെ മാറിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ ചായ ഒരിക്കലും പാട ഉള്ള പാല് ഒഴിക്കരുത്. ഇത് തിളക്കട്ടെ. അപ്പൊ ഇത് തിളക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് റെഡിയാവും. അപ്പൊ നമ്മുടെ ചായ ഇത് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. മണം ഉണ്ടല്ലോ, മണവും കളറും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മണമാണ്. അടിപൊളി. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ട അടുത്ത പരിപാടി വെച്ചാൽ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ് എടുക്കുക, അതിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കണം. അപ്പൊ നമ്മൾ കപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടാ ചായ നല്ല കിടുക്കനായില്ലേ. അപ്പൊ നമുക്ക് ചായ ഒന്ന് അരിച്ചെടുക്കാം. അപ്പൊ നമ്മള് സോസ് പാൻ്റെ അകത്തൊന്നും ഡയറക്റ്റ് നമ്മൾ അരിക്കുന്നില്ല, നമ്മളൊരു തവി വെച്ചാണ് അരിക്കുന്നത്. കാര്യം ചിലപ്പോൾ സോസ് പാനിൽ പോയി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളൊരു റിസ്ക് എടുക്കുന്നില്ല. അടിപൊളി. നല്ല കളറ് എന്താ മണം. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ചായ. നമ്മൾ 3 കപ്പ് ചായയാണ്. നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേർക്കുള്ള ചായ നമ്മൾ തയ്യാറാക്കുക. അപ്പം നമ്മൾ 3 പേരായതുകൊണ്ട് നമ്മൾ 3 കപ്പ് ചായയാണ് റെഡിയാക്കിയിരിക്കുന്നത്. തണുപ്പോകരുത്. സാഹസികമാണ് നമ്മുടെ സോസ് പാൻ. അപ്പൊ നമ്മുടെ ചായ ഒക്കെ നമ്മളിത് ഒഴിച്ച് റെഡിയാക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ അടുത്ത പരിപാടിയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അരോമ, കുറച്ചും കൂടി മണം കൊടുക്കുന്ന പരിപാടിയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സിനമൺ പൗഡർ. അതെ, അത് നമ്മൾ സ്വല്പം ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അടിപൊളി. എന്താ മണം, നല്ല മസാല. അടിപൊളി. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ രുചി അറിയാം. പിടിക്കൂ. റിഫ്രഷിംഗ് ആയിട്ടൊരു ചായ. എല്ലാം ചിയേഴ്സ്. അതിന്റെ നമ്മള് കപ്പം നമ്മുടെ വായുടെ അവിടോട്ട് വരുമ്പോ തന്നെ ആ മണം ഉണ്ടല്ലോ, കിടുക്കാച്ചി മണം. അത് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ. അടിപൊളി. അതിന്റെ കറുവാപ്പട്ടയുടെ മേളിയുടെ പൊടിയുടെ ആ രുചിയില്ലേ, ചെറിയ ചെറിയ ഇങ്ങനെ ഒരു മധുരം. അടിപൊളി. ഒന്നും പറയാനില്ല, ധൈര്യമായിട്ട് ഇതുപോലെ ഉണ്ടാക്കിക്കോ. അപ്പം നമ്മൾ 3 കപ്പ എടുക്കുന്നെങ്കിൽ ആ അളവ് കറക്റ്റ് ആയിരിക്കണം. എല്ലാ സംഭവം ഇട്ട് ഒന്ന് റെഡിയാക്കി കുടിച്ചു, നമ്മുടെ സകല ക്ഷീണം പോകും. അടിപൊളി എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടിയാണ്. അപ്പം നല്ല അടിപൊളി ഒരു ചായ ആയിട്ട് നമ്മളൊന്നും കൂടെ ഊതി കുടിക്കണം. നല്ല ചൂടോടുകൂടി അടിപൊളി. അപ്പം അടുത്ത ഒരു കിടിലം റെസിപ്പി ആയിട്ട് നമ്മൾ നാളെ തന്നെ വരുന്നതായിരിക്കും. അപ്പം അതുപോലെ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ
മറ്റേ Subscribe. സബ്സ്ക്രൈബ് അത് തന്നെ ആ സാധനമൊക്കെ ചെയ്ത് ബെല്ലും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് അടിപൊളിയായിരിക്കും. കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ചായ ഉണ്ടാക്കി നോക്കിട്ട് ഒന്ന് കമന്റ് ചെയ്യുക. അടിപൊളി ചായ ആയിരിക്കും. ഇടും. അതെ അതെ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.